Good morning. Today we are going to discuss distribution system. Distribution system. Treated water should be supplied to the people in required quantities at the points of consumption for satisfying various demands. ട്രീറ്റ് ചെയ്യപ്പെട്ട വെള്ളം നമുക്ക് ആവശ്യക്കാർക്ക് ആവശ്യമായ തോതിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കമ്പോണൻസ്: സ്റ്റോറേജ് റിസർവോയേഴ്സ്, പമ്പ്സ്. ഡിസ്ട്രിബ്യൂഷൻ ലേഔട്ട്സ് കൺസിസ്റ്റ് ഓഫ് പൈപ്പ്ലൈൻസ് ഓഫ് വേരിയസ് സൈസസ്, മീറ്റേഴ്സ്, വാൾവ്സ്, ഹൈഡ്രൻസ് ആൻഡ് അതർ അപ്പർട്ടനൻസസ്. സ്റ്റോറേജ് റിസർവോയർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമാണല്ലോ. പമ്പ്സ് വേണം വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ. അതുപോലെ വ്യത്യസ്ത തരം ഡിസ്ട്രിബ്യൂഷൻ ലേഔട്ട് ഉണ്ട്. ഇവയിൽ വ്യത്യസ്ത തരം സൈസസിലുള്ള പൈപ്പ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ടർ മീറ്ററുകളുണ്ട്, വാൾവ്സ് ഉണ്ട്, ഹൈഡ്രൻസ് ഉണ്ട്, മറ്റ് അപ്പർട്ടനൻസും ഉണ്ട്. വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? എന്തൊക്കെയാണ് ഒരു ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ്? The minimum residual pressure for single story building is 7 meter and that for 2-story buildings is 12 meter of water. ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസിൽ മിനിമം ആവശ്യമായിട്ടുള്ള റെസിഡ്വൽ പ്രഷർ 7 മീറ്ററും 2-story ബിൽഡിങ്സിൻ്റെ കേസിൽ മിനിമം റെസിഡ്വൽ പ്രഷർ 12 മീറ്ററുമാണ്. 7 മീറ്റർ 12 മീറ്റർ ഓഫ് വാട്ടർ എന്നൊക്കെ പറയുന്നത് ഹെഡിൻ്റെ ടേംസിലാണ്, പ്രഷർ ഹെഡ് ടേംസിലാണ്. കറസ്പോണ്ടിങ് പ്രഷർ വാല്യൂസ് എന്ന് പറയുന്നത് 0.07 ന്യൂട്ടൺ പെർ mm സ്ക്വയറും 0.12 ന്യൂട്ടൺ പെർ mm സ്ക്വയറുമാണ്. It should supply treated water up to the consumer with same degree of quality. ട്രീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ വാട്ടറിനുണ്ടായിരുന്ന സെയിം ക്വാളിറ്റിയിൽ തന്നെ കൺസ്യൂമറിലോട്ട് വെള്ളം എത്തപ്പെടണം. സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഷുഡ് റീച്ച് ഫോർ ഡൊമസ്റ്റിക് യൂസ്, ഇൻഡസ്ട്രിയൽ യൂസ്. ഡൊമസ്റ്റിക് യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനും ആവശ്യമായത്തക്ക രീതിയിൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം കൺസ്യൂമേഴ്സിൽ എത്തിപ്പെടണം. It should be capable of supplying required quantity of water for fire fighting purposes during fire accidents. ഫയർ ആക്സിഡൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ വെള്ളം നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയണം. അത്തരത്തിലുള്ളതായിരിക്കണം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇറ്റ് ഷുഡ് കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് വാട്ടർ ത്രൂ സം അതർ ലൈൻ ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓർ റിപ്പയേഴ്സ് ഓഫ് വൺ ലൈൻ. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻസും അവൈലബിൾ ആയിരിക്കണം. ചിലപ്പോൾ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ റിപ്പയർ ഒക്കെ ആവശ്യമായി വരാറുണ്ട്. ക്വാളിറ്റി ഓഫ് പൈപ്പ്സ് ആൻഡ് പൈപ്പ് ജോയിൻറ്റ്സ് ഷുഡ് ബി ഗുഡ് ടു അവോയ്ഡ് ബേഴ്സ്റ്റിംഗ് ഓർ ലീക്കേജ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പൈപ്പുകളും പൈപ്പ് ജോയിൻറ്റുകളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിപ്പോവാനും പൈപ്പ് ജോയിൻറ്റ്സിലൂടെ ലീക്കേജിനും സാധ്യതയുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് കോസ് ഒബ്സ്ട്രക്ഷൻ ടു ദ ട്രാഫിക് ഡ്യൂറിങ് റിപ്പയേഴ്സ്. റിപ്പയേഴ്സിൻ്റെ ടൈമുകളിലും മറ്റും ഒരിക്കലും ഗതാഗതത്തിന് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കരുത്. Distribution pipes should not be laid below sewer lines carrying wastewater to avoid any further pollution. ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ്സ് ഒരിക്കലും സീവർ ലൈൻസിന് താഴെ കൂടെ കൊണ്ടുപോകരുത്. കാരണം സീവർ ലൈൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്സ് ആണ്. സോ അവിടെ പൊല്യൂഷന് സാധ്യതയുണ്ട്. സിസ്റ്റം ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് റിപ്പയർ, ദസ് കീപ്പിംഗ് ട്രബിൾസ്, മെയിൻ്റനൻസ് ആൻഡ് റണ്ണിംഗ് കോസ്റ്റ് ടു എ മിനിമം. സിസ്റ്റം സിമ്പിളായിരിക്കണം, അതുകൊണ്ട് തന്നെ ഈസി ആയിരിക്കണം ഓപ്പറേറ്റ് ചെയ്യാൻ. റിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കണം. റണ്ണിംഗ് കോസ്റ്റ് മിനിമം ആയിരിക്കണം. ഇനീഷ്യൽ കോസ്റ്റ് ഷുഡ് ബി ലെസ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കണം. പോപ്പുലേഷന് 50,000 ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം പൈപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. പോപ്പുലേഷന് 50,000-നേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം പൈപ്പ് ഡയമീറ്റർ 150 mm ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഗ്രാവിറ്റി സിസ്റ്റം, ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം ഓർ ഡുവൽ സിസ്റ്റം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്?
ലെവൽ ഓഫ് സോഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് ഓഫ് സിറ്റി. വാട്ടർ സോഴ്സിൻ്റെ ലെവലും നമ്മുടെ സിറ്റിയുടെ ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് പാരാമീറ്ററാണ്. ടോപ്പോഗ്രഫി ഓഫ് ദ ഏരിയ, ഏരിയയുടെ ടോപ്പോഗ്രഫി. അതർ ലോക്കൽ കണ്ടീഷൻസ് ആൻഡ് കൺസിഡറേഷൻസ്, മറ്റ് ഏരിയയിലുള്ള ലോക്കൽ കണ്ടീഷൻസും അതുപോലെ മറ്റ് കൺസിഡറേഷൻസ്. ഓക്കെ, ഫ്ലഡഡ് ഏരിയയാണോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ്, ഇതുപോലുള്ള ഫാക്ടേഴ്സും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി സിസ്റ്റം. ഹിയർ വാട്ടർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺലി ടു ദ കൺസ്യൂമർ പോയിൻറ്റ്സ്. ഇവിടെ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ്. Suitable for situations where the source of water is located at a sufficiently higher level than the town. ഇവിടെ ഫിഗറിൽ നോക്കൂ, ടൗൺ ലെവലിനെ അപേക്ഷിച്ച് വാട്ടർ സോഴ്സ് ലെവല് മുകളിലാണ്, ഹയർ ലെവലിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ റിക്വയർഡ് പ്രഷർ ഈസ് ഡെവലപ്ഡ് ബൈ ഗ്രാവിറ്റി. ഇവിടെ ആവശ്യമായിട്ടുള്ള പ്രഷർ ഗ്രാവിറ്റിയാൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. എക്കണോമിക്കലാണ്, റിലയബിൾ ആണ്. കാരണം ഇവിടെ ഒരു സ്റ്റേജിൽ നമുക്ക് പമ്പിങ് ആവശ്യമായിട്ട് വരുന്നില്ല. വാട്ടർ സോഴ്സ് മുകളിലാണ്, ടൗണ് കുറച്ച് താഴെയായിട്ടാണ് കിടക്കുന്നത്. ഇറ്റ് നീഡ്സ് എ ലേക്ക് ഓർ സ്റ്റോറേജ് റിസർവോയർ ആസ് എ സോഴ്സ് ഓഫ് സപ്ലൈ ലൊക്കേറ്റഡ് അറ്റ് എ സഫിഷ്യൻറ്റ് ഹയർ ലെവൽ. ഇവിടെ നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് ലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് റിസർവോയറോ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അത് ടൗണിനേക്കാളും ഹയർ ലെവലിലാണ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം. Treated water is directly pumped into the distribution pipes by means of high lift pumps without storing anywhere. ഇവിടെ ട്രീറ്റഡ് വാട്ടർ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിലോട്ട് പമ്പ് ചെയ്യുകയാണ്. പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈ ലിഫ്റ്റ് പമ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളം എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. ഹൈ ലിഫ്റ്റ് പമ്പ്സ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ഓപ്പറേറ്റഡ് അറ്റ് വേരിയബിൾ സ്പീഡ്സ് to meet maximum and minimum demands, maintain sufficient residual pressure at various points of consumption. ഹൈ ലിഫ്റ്റ് പമ്പ്സ് വ്യത്യസ്ത സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, ചിലപ്പോൾ മിനിമം ഡിമാൻഡുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെസിഡ്വൽ പ്രഷർ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈ ലിഫ്റ്റ് പമ്പുകൾ വ്യത്യസ്ത സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. What are the disadvantages of direct pumping system? Here, continuous skilled supervision is required to operate pumps. നോക്കൂ, ഇവിടെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഫെയിലിയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ പമ്പിൻ്റെ റിപ്പയറിൻ്റെ കേസിലൊക്കെ വാട്ടർ സപ്ലൈ നമുക്ക് നടത്താൻ കഴിയുന്നില്ല. ഇതൊരു കോസ്റ്റ്ലി സിസ്റ്റമാണ്, കാരണം പമ്പിങ് ഇൻവോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് പ്രിഫേർഡ് ആണ്, അധികം ഇത് പ്രിഫർ ചെയ്യപ്പെടുന്നില്ല. അഡ്വാൻറ്റേജ്. എന്താണ് അഡ്വാൻറ്റേജ്? ഡ്യൂറിങ് ഫയർ ആക്സിഡൻറ്റ്സ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അറ്റ് ഹയർ പ്രഷർ ക്യാൻ ബി പമ്പ്ഡ് ടു പുട്ട് ഓഫ് ദി ഫയർ. ഇവിടെയുള്ള ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫയർ ആക്സിഡൻസിൻ്റെ സമയങ്ങളിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി വെള്ളം ഹയർ പ്രഷറിൽ എൻഷുർ ചെയ്യാൻ കഴിയുന്നുണ്ട്, പമ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഹിയർ ഇറ്റ് ഈസ് ദി ഫിഗർ ഓഫ് ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം. 1 മാർക്ക് ചെയ്തിട്ടുള്ളത് റിസർവോയറാണ്, 2 മാർക്ക് ചെയ്തിട്ടുള്ളത് പമ്പ് ഹൗസാണ്, 9 മാർക്ക് ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈനാണ്. കമ്പൈൻഡ് ഓർ ഡുവൽ സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പമ്പിംഗ് വിത്ത് സ്റ്റോറേജ് സിസ്റ്റം ഓർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സിസ്റ്റം. കമ്പൈൻഡ് ഓർ ഡുവൽ സിസ്റ്റത്തിനെ പമ്പിംഗ് വിത്ത് സ്റ്റോറേജ് സിസ്റ്റം എന്നോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സിസ്റ്റം എന്നോ വിളിക്കാറുണ്ട്. ഇവിടെ ട്രീറ്റഡ് വാട്ടർ കോൺസ്റ്റന്റ് റേറ്റിൽ ഇലവേറ്റഡ് റിസർവോയറിലോട്ട് പമ്പ് ചെയ്യുന്നു, അതേസമയം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോട്ടും പമ്പ് ചെയ്യുന്നു. ഡ്യൂറിങ് ദി മിനിമം ഡിമാൻഡ് പമ്പിംഗ് റേറ്റ് ഈസ് മോർ ദാൻ ഡിമാൻഡ്. മിനിമം ഡിമാൻഡിൻ്റെ കേസിൽ പമ്പിംഗ് റേറ്റ് ഡിമാൻഡിനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന എക്സസ് വാട്ടർ എലവേറ്റഡ് റിസർവോയറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. മാക്സിമം ഡിമാൻഡിൻ്റെ കേസിൽ നമുക്ക് ഈ സ്റ്റോർ ചെയ്യപ്പെട്ട വാട്ടർ ഉപയോഗിക്കാൻ കഴിയും. അവിടെ ഗ്രാവിറ്റി വഴിയാണ് അപ്പോൾ ഫ്ലോ നടക്കുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രാവിറ്റി സിസ്റ്റം ആൻഡ് ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം. ഇത് ഗ്രാവിറ്റി സിസ്റ്റത്തിൻ്റെയും ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. വൈഡ്ലി അഡോപ്റ്റഡ് സിസ്റ്റം ഇൻ വാട്ടർ സപ്ലൈ സ്കീംസ്. വാട്ടർ സപ്ലൈ സ്കീംസിൽ വൈഡായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് കമ്പൈൻഡ് സിസ്റ്റം.
What are the different advantages of combined system? Pumps can be operated with uniform speed at their rated capacities. പമ്പുകളെ നമുക്കൊരു യൂണിഫോം സ്പീഡിൽ റേറ്റഡ് കപ്പാസിറ്റിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതായത് മിനിമം ഡിമാൻഡ് എന്നോ മാക്സിമം ഡിമാൻഡ് എന്നോ ഇല്ല. മിനിമം ഡിമാൻഡിൻ്റെ സമയത്ത് എക്സ്ട്രാ വരുന്ന വെള്ളം എലവേറ്റഡ് റിസർവോയറിൽ സ്റ്റോർ ചെയ്യപ്പെടും. അതായത് എപ്പോഴും ഒരു യൂണിഫോം സ്പീഡിലാണ് പമ്പ് നമ്മൾ റൺ ചെയ്യിക്കേണ്ടത്. റിലയബിൾ സിസ്റ്റമാണ്, കാരണം എപ്പോഴും അവിടെ റിസർവ് വാട്ടർ ഉണ്ടായിരിക്കും എലവേറ്റഡ് ടാങ്ക്സ്. സോ പീക്ക് ഡിമാൻഡ്സിൻ്റെ സാഹചര്യങ്ങളിൽ, പവർ ഫെയിലിയറിൻ്റെ സാഹചര്യങ്ങളിൽ, ബ്രേക്ക് ഡൗണിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ഈ റിസർവ് വാട്ടർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. In case of fire accidents, large quantities of water can be drawn directly from the elevated reservoir and also by pumping. ഫയർ ആക്സിഡൻസിൻ്റെ കേസിൽ എലവേറ്റഡ് റിസർവോയറിൽ നിന്നും നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം. ഇത് എക്കണോമിക്കുമാണ് എഫിഷ്യൻറ്റുമാണ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Today's section we are wind upping here. Okay, thank you.